നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഈ മണ്ണിൻ്റെ ഗുണമേന്മയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഗുണമേന്മ, ഫലപുഷ്ടിയൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളാണ്. പലതും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. എങ്കിലും കൃഷിയിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് പരമാവധി എത്തിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഇത് അവരുമായി പങ്കുവെക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത്ര പ്രാധാന്യം ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കോട്ടയം പട്ടണത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശത്ത് ജനിച്ച ഒരാളാണ്. അപ്പോൾ അവിടെയൊക്കെ ധാരാളം മരങ്ങളും പറമ്പുമൊക്കെ ഉള്ളൊരു സമയത്ത് ഈ വീട്ടിൽ ടോയ്ലറ്റുകളുണ്ടെങ്കിൽ പുരുഷന്മാർ പലരും പറമ്പിലാണ് മൂത്രമൊഴിക്കുക. അപ്പോൾ ഇങ്ങനെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഈ മണ്ണിരകൾ കാണും. മണ്ണിര ഉണ്ടെങ്കിൽ ഈ മൂത്രം വീണ് കഴിയുമ്പോൾ ഈ മണ്ണിരയ്ക്ക് വളരെ ഒരു അസ്വസ്ഥതയാണത്. മണ്ണിര കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഈ നിലമ്പുളപ്പൻ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു മണ്ണിരയുണ്ട്. അത് മണ്ണിര തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു നീല നിറമുള്ള ഒരു മണ്ണിരയാണ്. അത് ഈ മൂത്രം വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ അതിനടുത്ത് പുറത്തിട്ട് അത് തുള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പിടയ്ക്കുകയാണ് ഇങ്ങനെ കിടന്ന്. അപ്പോൾ ഈ പിടയ്ക്കുന്ന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പിടച്ചിലാണ്. അപ്പോൾ അത്ര അസ്വസ്ഥത അതിനുണ്ടാക്കുന്ന സംഗതികളാണിത്. നമ്മൾ ഈ കരിമീനിനെക്കുറിച്ച് നമ്മൾ പിടയ്ക്കുന്ന കരിമീനെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ കരിമീൻ ശ്വാസം കിട്ടാതെയാണ് പിടയ്ക്കുന്നത്, മരണപ്പിടച്ചിലാണ് പിടയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ മണ്ണിരയുടെ അവസ്ഥ. അപ്പോൾ ഈ മണ്ണിരയ്ക്ക് ഇത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുവാണ് മൂത്രം. പക്ഷേ മൂത്രം അത്ര അപകടകാരിയാണോ? നമ്മൾ സാധാരണ പണ്ട് ഈ കൊച്ചു കുട്ടികളൊക്കെ എടുത്ത് എളി വെക്കുമ്പോൾ കുട്ടികൾ മൂത്രമൊഴിക്കും. അന്ന് ഈ സ്ലങ്കിയൊക്കെ കിട്ടുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ മൂത്രമൊഴിക്കുമ്പോൾ അത് ഇഷ്ടമുള്ളവരുടെ ദേഹത്തെ മൂത്രമൊഴിക്കുന്നതെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ തള്ള നമ്മളെ സമാധാനിപ്പിക്കും. അല്ലെങ്കിൽ ആരും ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. എടുത്തിട്ട് നമ്മൾ നേരെ ഒന്നുകിൽ അവിടെ കഴുകും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ഉണങ്ങും. കൊട്ടിയല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തിരിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ സ്നഗ്ഗി വന്നതോടെ ആ പ്രശ്നം മാറി. കുട്ടികൾ ബെഡ്ഷീറ്റിലും മറ്റും മൂത്രമൊഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവായി. കുട്ടി 24 മണിക്കൂറും മൂത്രത്തിൽ തന്നെ കിടക്കുന്ന ഒരവസ്ഥയും വന്നു. അതുതന്നെയാണ് മനുഷ്യൻ്റെ പല കാര്യങ്ങളുള്ള അവസ്ഥ. അപ്പോൾ ഈ ഈ പറഞ്ഞു വന്നത്, ഈ മണ്ണിരയ്ക്ക് നമുക്ക് ഇത്ര പോലും അസ്വസ്ഥത ഉണ്ടാക്കാത്ത മൂത്രം മണ്ണിരയ്ക്ക് ഇത്രയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നെങ്കിൽ മണ്ണിലുള്ള മറ്റ് ചില സാധനങ്ങൾ, മണ്ണിൽ ചേർക്കുന്ന മറ്റ് ചില സാധനങ്ങൾ മണ്ണിരയ്ക്ക് എത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതിനു മുമ്പ് ഈ മണ്ണിര എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് മണ്ണിര മണ്ണിൽ വേണം? നമ്മൾ പലപ്പോഴും മണ്ണിര ഒരു വൃത്തികെട്ട സാധനമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. കാരണം മണ്ണിരയുടെ മണ്ണിര പുറത്തേക്ക് വിടുന്ന കാസ്റ്റിങ്സ് എന്ന് പറയുന്ന മണ്ണ്, ഞങ്ങളുടെ അതിന് കുരിപ്പ എന്നാണ് പറയുന്നത്. ഈ മണ്ണ് പലപ്പോഴും ഒരു നനവുള്ള മണ്ണാണ്. നമ്മളതിൽ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പതിയും. അപ്പോൾ നമുക്ക് കാലിൽ ഒട്ടുന്ന പോലെ തോന്നും. നമ്മൾ ഇവിടെ എല്ലാം മറ്റേ ഇര കുത്തിയിട്ട് വൃത്തികേടാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാല് മാറി ചാടി അങ്ങ് പോകും. യഥാർത്ഥത്തിൽ മണ്ണിര ഒരു 15 സെൻറ്റിമീറ്ററൊക്കെയാണ് ഒരു മണ്ണിരയുടെ ശരാശരി നീളം. അത് 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പാണ്. ഈ മണ്ണിര എന്ന് പറയുന്ന വളയുകയും പൊളയുകയും നിവരുകയും ചെയ്യുന്ന പൈപ്പ് വളരെ സ്വാഭാവികമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു വേര് പോലും ചെടിയുടെ കേടുവരുത്താതെ അത് മണ്ണിൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് മണ്ണിൻ്റെ താഴെയുള്ള മണ്ണിനെയും മണ്ണിൽ കിടക്കുന്ന ജൈവവസ്തുക്കളെയും ഭക്ഷിച്ച് ആ പൈപ്പ്, അതായത് മണ്ണിരയ്ക്കുള്ളിലൂടെ ഇത് പുറത്തു വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന മണ്ണിരക്കുരിപ്പ. ഈ മണ്ണിരക്കുരിപ്പയിൽ നമ്മൾ ചെടിക്ക് വേണ്ട അടിസ്ഥാന മൂലകങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഇതാണ് നമ്മൾ വളമായിട്ട് ചേർന്ന NPK ചെടികൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഈ 3 മൂലകങ്ങളുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല ഫലം കിട്ടും. പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അതിൽ കായ കുറച്ച് എണ്ണം കൂടും, കായ വലിപ്പം വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ മണ്ണിരയിൽ സ്വാഭാവികമായിട്ട് ചേർക്കുന്ന ഒരു ജീവിയാണ് മണ്ണിര. എന്ന് മാത്രമല്ല, നമ്മൾ പറമ്പ് കിളയ്ക്കാറുണ്ട്. തെങ്ങിൻ്റെ വേരിന് കാറ്റ് കിട്ടണം, അല്ലെങ്കിൽ വേരോട്ടം ഉണ്ടാകണം, വെള്ളം നനവ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കാര്യം പലപ്പോഴും ഈ കിളയ്ക്കുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പലരും ഒരു ഇരുമ്പ് കൈപ്പത്തി ഞാൻ ഉപയോഗിച്ചിരുന്നു, വെച്ച് ഈ ചെടിച്ചട്ടിയിൽ ഇളക്കുമായിരുന്നു. ഇളക്കി കഴിയുമ്പോൾ ചെടിയുടെ പ്രധാന വേരൊഴിച്ചുള്ള മിക്കവാറും വേരുകൾ അത് വെച്ച് പൊട്ടും. ഞാനൊക്കെയാണെങ്കിൽ കുറച്ച് റാഷായിട്ട് അത്ര ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു 4 ഇളക്ക് കഴിയുമ്പോൾ ചെടി ഒരു പരുവാകും. എന്നാൽ ഈ മണ്ണിര എന്ന് പറയുന്ന വിദ്വാൻ ഒരു വേരിനെ പോലും പൊട്ടിക്കാതെയാണ് മണ്ണിനുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇത് മേൽമണ്ണ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ഈ ചെടികളുടെയും എല്ലാ കൃഷിയുടെയും അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ്. ഈ മേൽമണ്ണെന്ന് പറഞ്ഞാൽ എപ്പോഴും അടിയിലെ മണ്ണിനെ വളം ചേർത്ത് മുകളിൽ കൊണ്ടുവന്ന് ഇടുന്നതാണ്. അത് ഈ ഇലകളും മറ്റും അടിഞ്ഞുണ്ടാകുന്ന പോഷക സമൃദ്ധമായ മണ്ണെന്നാണ് നമ്മളതിനെ അവശേഷിപ്പിക്കുന്നത്. ഈ ഇല സ്വാഭാവികമായിട്ടും മണ്ണിൽ ചേരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ അതേസമയത്ത് ആ ഇല ഈ അട്ടയും മണ്ണിരയൊക്കെ പോലെയുള്ള ജീവികൾ തിന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് മണ്ണിലേക്ക് കൂടുതൽ വേഗത്തിൽ ചേരുകയാണ്. ഈ വലിയ കറുത്ത അട്ടകൾ പലപ്പോഴും ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ കാട്ടിലൊക്കെ കാണാറുണ്ട്. അവ നിരുപദ്രവകാരികളായ ജീവികളാണ്. അത് തിന്നുന്നു, മണ്ണിലേക്ക് ചേരുന്നു. ആ അട്ട ചെയ്യുന്നത് ഫോസ്ഫറസും കൂടെ മണ്ണിൽ ചെല്ലുന്നു. മണ്ണിര കുത്തിയിട്ട കുരിപ്പയിൽ പലപ്പോഴും 4 ഇരട്ടി ഫോസ്ഫേറ്റ് ഉണ്ടെന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങൾ അതേക്കുറിച്ച് നടക്കുന്നുണ്ട്. അധികം കിളയ്ക്കാത്ത സ്ഥലങ്ങളിലാണ് മണ്ണിര കാണുന്നത്. കാരണം കിളയ്ക്കുമ്പോൾ അത് മുറിഞ്ഞു പോകും.
പിന്നെ അത് തന്നെ മണ്ണിൻ്റെ മുകളിൽ വരുമ്പോൾ അതിനങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ കിളയ്ക്കാതെ ഈ ജൈവവസ്തുക്കൾ അങ്ങനെ തന്നെ കിടക്കുന്ന മണ്ണിരകൾ പെറ്റുപെരുകും. അങ്ങനെ പെറ്റുപെരുകി കഴിഞ്ഞാൽ ഒരു വർഷം ശരാശരി 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് പുറത്തേക്ക് അത് വിടുമെന്നാണ് പറയുന്നത്. ഭൂമിയുടെ അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് ഒരു വർഷം ഈ മണ്ണിരകളെല്ലാം കൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന താഴെ മണ്ണിനടിയിൽ നിന്ന് മേളിലേക്ക് കൊണ്ടുവരുന്ന മേൽമണ്ണെന്ന് പറയുന്നത് 50 ടണ്ണാണ്. ഈ 50 ടണ്ണ് ഒരു ഹെക്ടറിൽ വിരിച്ചു കഴിഞ്ഞാൽ ശരാശരി 1/2 സെൻറ്റിമീറ്റർ പൊക്കം കാണും. അത്രയും മണ്ണ് കൊണ്ടുവരാൻ ഈ മണ്ണിരകൾക്ക് പറ്റും. വളരെ എത്ര സൈലൻ്റായിട്ട്, എത്ര നിശബ്ദമായിട്ട് ഇത്രയും വലിയ സേവനമനുഷ്ഠിച്ച ജീവിയാണ്. ഇതൊരു 30 വർഷമായിട്ട് കിളയ്ക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിര കൊണ്ടുവന്നിരിക്കുന്ന ഏകദേശം 18 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മേൽമണ്ണാണെന്നാണ് ഈ പഠനങ്ങൾ പലതും തെളിയിക്കുന്നത്. അപ്പോൾ ഈ 18 സെൻറ്റിമീറ്റർ മേൽമണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാനേ ഒക്കുകയില്ല. അത്രയും ഫലഭൂയിഷ്ടമായ മേൽമണ്ണുണ്ടെങ്കിൽ അവിടെ എന്തും വളരും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഈ മണ്ണിരകളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ മണ്ണിൽ ചേർക്കുന്ന കുമ്മായവും മറ്റു രാസവളങ്ങളുമൊക്കെ ഞാൻ നേരത്തെ മൂത്രത്തിൻ്റെ കഥ പറഞ്ഞതാണ്. ഈ മൂത്രം എത്രമാത്രം നമുക്ക് അപകടകരമല്ലാത്ത ഒരു വസ്തു ഈ ചെറിയ ജീവിക്ക് എത്ര അപകടകരമാകുന്നു. ഇതേപോലെ തന്നെയാണ് കുമ്മായം. സത്യത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് എവിടെയോ വായിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നോ മറ്റോ പറയുന്ന ഒരാളെ ആ സമരവിരുദ്ധർ, സമരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇദ്ദേഹം സമര അനുകൂലിയായിരുന്നു, പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പ് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ചുണ്ണാമ്പ് എഴുതിയോടെ അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം അന്ധനായിട്ട് ജീവിച്ച് മരിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭഗൽപൂർ എന്ന് പറയുന്ന ബീഹാറിൽ ജയിലിൽ കള്ളന്മാർ എന്ന് മോഷ്ടാക്കളായിട്ട് സ്ഥിരം കുറ്റവാളികളായിട്ട് വ്യവഹരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ പോലീസ് അവരെ കൊണ്ടുള്ള പ്രശ്നം തീർക്കാനായിട്ട് അവരുടെ കണ്ണിൽ പച്ചമുളക് വരച്ച് തേച്ചിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അതൊന്ന് ജസ്റ്റിസ് ഭഗവതിയോ മറ്റോ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ ഒരു പൊതുവ്യവഹാര ഹർജിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഈ പ്രശ്നം പൊങ്ങി വരികയും ഏതോ പത്രക്കാരൻ ഇത് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹം കത്തയക്കുകയോ മറ്റായിരുന്നു. ഞാൻ കൃത്യമായിട്ട് മറന്നു. 1978-80 കാലഘട്ടത്തിലാണ്. എന്തായാലും പച്ചമുളകിൻ്റെ ശക്തി ഏതാണ്? പച്ചമുളകിന് ഒരാളുടെ കാഴ്ച കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഴ്ച കളയുന്ന പച്ചമുളക് നമ്മളിവിടെ അരച്ച് വെളുത്തുള്ളി ചേർത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ജൈവ കീടനാശിനി എന്ന് പറഞ്ഞ് ചെടിയിൽ തളിക്കുകയാണ്. മണ്ണിര മാത്രമല്ല, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും ചെറിയ പ്രാണികളും എല്ലാം ഇതുപോലെ നമ്മുടെ ചെടികളെ വളർച്ചയെ സഹായിക്കുന്നവയുണ്ട്. അവയെല്ലാം നമ്മൾ ഈ ജൈവ കീടനാശിനി പ്രയോഗത്തിലൂടെ, ആ പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം ജൈവം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതാണ്, കീടനാശിനി നശിപ്പിക്കുന്നതാണ്. നമ്മൾ പറയുന്ന ബോഡോ മിശ്രിതം വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സാധനം, നമുക്ക് പ്രശ്നമില്ലാത്ത സാധനം എന്നുള്ളതാണ്. ചുണ്ണാമ്പും തുരിശും കൂടെ ചേർത്ത ഒരു മിശ്രിതം സൂക്ഷ്മജീവിയെ ഇല്ലാതാക്കും. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. സൂക്ഷ്മജീവി ഇല്ലാതായി കഴിഞ്ഞാൽ പൂപ്പലില്ലാതാകും. നമ്മൾ ഒരു സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയെ പൊളിച്ചടുക്കി അതിനെ മാറ്റി നമ്മൾ കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മളെ സംബന്ധിച്ച് കീടങ്ങളാണ്, അല്ലെങ്കിൽ വേണ്ടാത്ത വസ്തുക്കളാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുന്നത്. നിങ്ങൾ ഈ കാടുകളിലേക്കെല്ലാം നോക്കുക. അതായത് ഒരു ഫ്ലവറിങ് ഫോറസ്റ്റാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സർപ്പക്കാവിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കുക. അത്തരം വലിയ മരങ്ങൾ ഒരിടത്തും വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ മരങ്ങൾക്കൊന്നും ആരും ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അതിൻ്റെ ചുവട്ടിൽ ആരും ഒരു സ്പൂൺ രാസവളം പോലും കൊണ്ട് ഇട്ടിട്ടില്ല. മറ്റേതെങ്കിലും ജൈവവളം ഇട്ടിട്ടില്ല, ഒരു വളം ഇട്ടിട്ടില്ല. കാരണം ഈ ജൈവവളത്തിൽ നിന്ന് ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർക്കുമ്പോൾ, വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് വേപ്പ് നമ്മുടെ ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഒരുപാട് സൂക്ഷ്മജീവികൾക്കത് പ്രശ്നമായിരിക്കണം. ഇവിടെ തന്നെ ഈ ചെടികളുടെ ഇലയൊക്കെ പ്രാണികൾ തിന്നുന്നുണ്ട്. അത് വളരെ സ്വാഭാവിക ഒരു സംഗതിയാണ്. കാരണം ചിത്രശലഭങ്ങൾ ഇതിൻ്റെ ഇല തിന്നില്ലെങ്കിൽ ചിത്രശലഭങ്ങളുടെ ലാർവ അതിന് വളരാൻ ഒക്കില്ല. അതങ്ങനെ വളരുക എന്നുള്ളത് അതുകൊണ്ട് ചെടി നശിച്ചു പോകുന്നില്ല. ഇതിനൊരു ബാലൻസ് വേണം. ഇതിൽ എല്ലാ പ്രാണികളും തമ്മിൽ പരസ്പരം ഒരു ബാലൻസ് ഉണ്ടാകുകയും ആ ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ച് വളരെ സൗഹൃദപരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകും. അതില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം, മണ്ണാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം, വേണ്ടെന്ന് നോക്കാം. ഈ പരീക്ഷണം എൻ്റെ സ്വന്തമല്ല. എനിക്കിത് കിട്ടിയ ഈ ആശയം കിട്ടിയത് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ എടവനക്കാട് മനോജ് എന്ന് പറഞ്ഞ ഈ രംഗത്ത് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പറ്റി, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തൊട്ട് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അത് നമ്മളിവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു 10 സെൻറ്റ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ 10 സെൻറ്റേ ഉള്ള 1 സെൻറ്റ് മാറ്റി വെക്കുക, 5 സെൻറ്റേ ഉള്ളെങ്കിൽ 1/2 സെൻറ്റ് മാറ്റി വെക്കുക. അതിൽ താഴെയാണ് പിന്നെ മാറ്റി വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും വേണ്ടി വരും. കാരണം ഒരു വീട്ടിൽ കുറച്ച് വേസ്റ്റൊക്കെ എന്തായാലും ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ കത്തിക്കുകയും അല്ലെങ്കിൽ ഇതെടുത്ത് വഴിയിലോട്ടിടുകയൊക്കെ ചെയ്യുന്നതിന് പകരം കുറച്ച് സ്ഥലം, എത്രയും കുറച്ചായാലും കുഴപ്പമില്ല, അവിടെ ഈ ജൈവ വസ്തുക്കളെല്ലാം കൂടെ വെറുതെ കൂട്ടിയിടുക.
അത് മണ്ണിലേക്ക് ചേർന്നുകൊള്ളും. അവിടെ നമ്മൾ കയറി വേറെ അക്രമങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ മതി. മണ്ണെണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ വേറെ രാസവസ്തുക്കൾ ഒഴിക്കുകയോ അല്ലെങ്കിൽ തീയിടുകയോ ഒക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മണ്ണിര ഉണ്ടാകും. മണ്ണിര ഈ സാധനങ്ങളൊക്കെ ഭക്ഷിക്കും, മണ്ണിൽ ചേർക്കും. ഇങ്ങനെ ഒരു കുറേ കാലമായി കഴിയുമ്പോൾ അവിടെ ഒന്നുകിൽ ചെടികൾ തന്നെ കിളുത്ത് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മരങ്ങളോ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കുക. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, പണ്ട് നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ നിന്ന വളരെ വലിയ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം മരങ്ങളൊന്നും എങ്ങും കാണാനില്ല. റോഡ് സൈഡിലൊക്കെ അപൂർവമായിട്ട് ചില മാവുകളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ മറ്റേ വീടുകളിലൊക്കെ നിൽക്കുന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ വലിപ്പം വളരെ വലുതായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള സർപ്പക്കാവുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ മരങ്ങൾ ഈ സർപ്പക്കാവുകളിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു വളർച്ചയുടെ പല സ്റ്റേജുണ്ട്. ഇപ്പോൾ അത് സർപ്പക്കാവിനെക്കുറിച്ചൊരു വീഡിയോ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റേ പുന്നക്കുടം ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പേരിൽ എറണാകുളത്ത് ഒരു 8 ഏക്കർ സ്ഥലം അവർ കാടാക്കി നിർത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ വാണിജ്യ മൂല്യം തന്നെ ഏതാണ്ട് 50 കോടി രൂപയാണ്. അപ്പോൾ ആ 50 കോടി രൂപ വിലയുള്ള സ്ഥലം ആ കുടുംബം ഇതിനു വേണ്ടി കാവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു പരിസര പ്രദേശത്ത് മുഴുവൻ വെള്ളം കിട്ടുന്നതും വായു കിട്ടുന്നതിലൊക്കെ അതിന് വലിയ പങ്കുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്നാൽ പഠിക്കുക. ഈ മരങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ അതിൽ ചില ഫംഗസുകൾ വന്ന് കുറേ ചിത്രങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ തന്നെ ഫോർമേഷൻ മാറുന്നു, അതിൻ്റെ വേരുകൾ ചില പ്രോസസ്സുകൾ സൈഡിലേക്ക് ഇത് വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കണ്ടുപഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മരങ്ങൾ പണ്ട് നമ്മുടെയൊക്കെ പറമ്പിലുണ്ട്, ഇപ്പോൾ ഇല്ല. ഇല്ലാതാവാനുള്ള ഒരു കാരണം നമ്മളിതെല്ലാം വെട്ടിമാറ്റുകയും നമ്മളുടെ കൃഷിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറുകയും നമുക്ക് വേണ്ട ഒരു ചെടികൾ മാത്രം വെക്കുക, ആ ചെടിക്ക് വേണ്ട കൃത്രിമ വസ്തുക്കൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയും, നമ്മൾ ഈ പോളി ഹൗസിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളത് ജൈവമാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ ജൈവ വസ്തുക്കളെ ഒഴിവാക്കിയാണ് നമ്മൾ പോളി ഹൗസിൽ കൃഷി ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത്. ഇത് നമ്മുടെ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെയൊക്കെ ഒരുപക്ഷെ എൻ്റെ പ്രായമുള്ള ആൾക്ക് അവരുടെ ചെറുപ്പത്തിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഈ പാത്രം കഴുകുന്ന വെള്ളം പോയി വീഴുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആകെ 10 സെൻറ്റ് സ്ഥലമാണ് എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പാത്രം കഴുകി വെള്ളം വീഴുന്ന ഭാഗത്ത് അതെല്ലാം കൂടെ കെട്ടി അവിടെ ഈ ചാരവും ഇതും എല്ലാം കൂടെ കെട്ടി നിൽക്കും. ഈ നമ്മൾ തൂത്തുവാരുന്ന ചപ്പും ചവറും എല്ലാം അങ്ങോട്ടാണ് ഇടുന്നത്, കത്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അവിടെ കിടന്ന് അഴുകി മണ്ണിര, ഞാൻ അത് അങ്ങനെ കത്തിക്കാൻ നിൽക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ താല്പര്യമായിരുന്നു. കാരണം അവിടെ നിന്ന് മണ്ണിര ധാരാളമായിട്ട് ചൂണ്ടയിടാനായിട്ടൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് വളർന്ന ഒരു കോവലുണ്ടായിരുന്നു. ഈ കോവൽ അവിടെ തന്നെ വളർന്നാണോ വെച്ചാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അത് അവിടുന്ന് വളർന്ന് വീടിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു ഷീറ്റിട്ട ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു. ഈ ഓട് തേങ്ങ വീണ് പൊട്ടാതിരിക്കാനായിട്ട് ഈ പാത്രം കഴുകുന്ന ഭാഗത്ത് ഷീറ്റിട്ടിരുന്നു. അതിൻ്റെ പുറത്തേക്ക് ഈ സാധനം പടർന്ന് കയറിയിട്ട് ഈ കോവൽ ഇത്രയും അധികം കോവയ്ക്ക കായ്ച്ച് കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 2 or 3 ദിവസം കൂടുമ്പോൾ ഞാനൊരു ഏണി വെച്ച് അതിൻ്റെ മുകളിൽ കയറി ചരുവം നിറയെ കോവയ്ക്ക പറിച്ച് താഴെ ഇറങ്ങുമായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് ആരും ഒരു വളവും ചെയ്തിട്ടില്ല. ഈ നമ്മൾ ഈ കഴുകുന്ന വെള്ളം വീഴുന്ന ഭാഗത്ത് നിന്ന് ഇത് പോകുന്നതാണ്. അവിടെ ഇതുപോലെ ചിലപ്പോൾ അതിൽ തക്കാളി തന്നെ മുളയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മുളയ്ക്കും. ഈ സാധനം വളരുകയും ചെയ്യും. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു വീടിനെ നമ്മൾ, അല്ലെങ്കിൽ കൃഷി ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പറമ്പിനെ ഒരു പരീക്ഷണശാലയാക്കുകയാണ്. നമ്മൾ പറയുന്നു pH 7 ആയിരിക്കണം. മീൻ കൃഷി ചെയ്യണം, അതിൻ്റെ വെള്ളത്തിൻ്റെ pH 7 ആയിരിക്കണം. അപ്പോൾ ഈ pHനെ പിന്നെ മണ്ണിനെ തിരിച്ച് pHലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. നമ്മളെന്ന് വെച്ചാൽ ഈ കട്ടിലിനൊപ്പം കാല് മുറിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ കാലിനനുസരിച്ച് ഒരു കട്ടിൽ പണിയല്ല. പറമ്പ് എന്താണോ നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതനുസരിച്ചുള്ളൊരു കൃഷിയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അല്ലാതെ പറമ്പിനെ നമ്മൾ മൊത്തം വടിച്ചു മാറ്റി വേറെ ഒരു പുതിയ ലോകം നമുക്കവിടെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ പറ്റും. കൃത്രിമമായിട്ട് കുറേ നാൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അതിനേക്കാൾ വലിയ അപകടങ്ങളൊക്കെ. കാരണം ഈ തന്മാത്രകളൊന്നും അലിഞ്ഞു പോകുമെന്ന് നമുക്ക് വിചാരിക്കാനൊക്കില്ല. നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലിടുന്ന ഓരോ കീടവും രാസവസ്തുവും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജൈവ പരീക്ഷണങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള, കുറഞ്ഞ ഒരു സ്ഥലത്തെങ്കിലും എങ്ങനെ നമുക്ക് ഈ പറമ്പിനെ നമുക്ക് പഴയ രീതിയിൽ നിലനിർത്താൻ പറ്റും, എങ്ങനെ നമുക്ക് ജൈവ രീതിയിൽ, യഥാർത്ഥ ഒരു ജൈവ രീതിയിൽ. കാരണം ജൈവ രീതി എന്ന് പറയുന്നത് നമ്മളതിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ജൈവവളമാണ്, അല്ലെങ്കിൽ മറ്റേ ഇത് ജൈവമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചേർക്കുകയല്ല. പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയിൽ ഈ രാസവസ്തുക്കളെക്കാളോ ഈ ജൈവ വസ്തുക്കളെക്കാളോ ഒക്കെ കൂടുതൽ വളം മണ്ണിലുണ്ടാകാൻ കഴിയും. അതിന് സാധിക്കണമെങ്കിൽ നമുക്ക് അവിടെയുള്ള സൂക്ഷ്മജീവികളും അവിടെയുള്ള ചെറിയ പ്രാണികളും എല്ലാം അങ്ങനെ തന്നെ വേണം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇതൊരു കഥയാണ്. നമ്മുടെ യൂറോപ്പിൽ നിന്ന് കുടിയേറ്റക്കാർ ഓസ്ട്രേലിയയിലേക്ക് പോയി. അപ്പോൾ യൂറോപ്പിലെ പ്രധാന പശു വളർത്തൽ ഒരു വലിയ തൊഴിലാണല്ലോ. നമുക്കിപ്പോൾ അറിയാം, സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെയുള്ള സ്വിസ് പശുക്കൾ, നമ്മുടെ ഇൻഡോ സ്വിസ് ഫാമൊക്കെ ഇവിടെ മൂന്നാറിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പത്താഴം പോലത്തെ പശുവിനെയൊക്കെ ആയിട്ട് ഇവർ ഓസ്ട്രേലിയയിൽ കുടിയേറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഈ ചെറിയ ജീവികൾ, കങ്കാരു പോലുള്ള ജീവികളാണ്, അതിൻ്റെ ചാണകം മണ്ണിൽ ചേർക്കുന്ന ചില വണ്ടുകളുണ്ട്. ആ വിഘാടകരെന്നാണ് പറയുന്നത്. പ്രകൃതിയിൽ 3 കൂട്ടം ജീവികളാണ് ഉള്ളതെന്നുള്ളതാണ്
നമ്മുടെ മിയാവാക്കി അദ്ദേഹം പറയുന്നത്. അതായത് ഒന്ന് ചെടിയാണ് ഏക ഉൽപ്പാദകൻ. ചെടി മാത്രമേ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജമെടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും. ബാക്കി എല്ലാവരും ഉപഭോക്താക്കളാണ്. നമ്മളെല്ലാം ഉപഭോക്താക്കളാണ്. ഇതുകൂടാതെ വിഘാടകരുണ്ട്. നമ്മൾ ഈ മണ്ണിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളെ വിഘടിപ്പിക്കുന്ന കക്ഷികളുണ്ട്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ പശുക്കൾ യൂറോപ്പിൽ നിന്ന് വന്നു. പക്ഷേ ആ പശുവിൻ്റെ ചാണകം വിഘടിപ്പിക്കാൻ പറ്റിയ വണ്ടുകൾ അവിടെ ഇല്ലാതെ പോയി. അപ്പോൾ ഈ ചാണകം മുഴുവൻ കുന്നുകൂടാൻ തുടങ്ങി. ഇത് ആദ്യം ഇതൊരു വലിയ പ്രശ്നമല്ല. 1700 മറ്റാണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. പക്ഷേ 1700-ൻ്റെ അവസാനമാണ്, 1800-കളോടെയാണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. എന്തായാലും 1950 ആയപ്പോഴേക്ക് ഓസ്ട്രേലിയയുടെ മുകളിൽ മുഴുവൻ ചാണകം മൂടുന്ന ഒരവസ്ഥയായി. കാരണം ഒരു പശു ദിവസം 10-12 കഷ്ണം ചാണകം ഇടും. ഈ ചാണകം അവിടെ തന്നെ കിടക്കുന്നു, ഇത് പോകുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് അടുത്ത പശു ഇടും. അങ്ങനെ ചാണകം മെഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ശാസ്ത്രജ്ഞൻ ഇതേക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹം നോക്കിയപ്പോൾ ഓസ്ട്രേലിയ ഏതാണ്ട് 200-ൽ പരം വണ്ടുകളുണ്ട്. പക്ഷേ ഇതിലൊരു വണ്ടിനും ഈ ചാണകത്തെ ദഹിപ്പിക്കാൻ പറ്റില്ല. തുടർന്ന് ഒരു പ്രോജക്റ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇതിനുവേണ്ടി ഈ വണ്ടുകളെ കൊണ്ടുവരാനുള്ള ഒരു പ്രോജക്റ്റ് അവരാരംഭിച്ചു. ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയും ഏഷ്യയും അടക്കം വിവിധ രാജ്യങ്ങളിലായിട്ട് 50ഓളം വണ്ടുകളെ, 50ആണോ 25ആണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തായാലും 25-ൽ കൂടുതലാണ് ഇനം വണ്ടുകളെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. അതിൽ ചില വണ്ടുകൾക്ക് ഈ ചാണകം വിഘടിപ്പിക്കാൻ പറ്റി. അങ്ങനെയാണ് ഓസ്ട്രേലിയ പ്രശ്നത്തിന് പരിഹാരം നേടിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ മണ്ണിൽ കാണുന്ന ഓരോ സൂക്ഷ്മജീവിക്കും അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്. അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിതിനെയെല്ലാം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിൻ്റെ വളം പോയി, അല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി നമ്മൾ രാസവളം കൊണ്ടുവന്ന് മണ്ണിലിട്ട് എളുപ്പത്തിൽ കൃഷി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. കുറച്ചൊന്ന് നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ അപകടങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ ഒരു ജൈവ പ്രക്രിയ നിങ്ങളുടെ പറമ്പിൽ നടക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് വലിയ അധിക കാലമൊന്നും വേണ്ട. മിയാവാക്കി മാതൃകയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് തന്നെ അത് മണ്ണ് ആ രീതിയിലായി തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നടന്ന് കാണുകയാണെങ്കിൽ ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലത്തും മണ്ണിരയുടെ വലിയ കൂട്ടമാണ്. മണ്ണിര ഈ സാധനങ്ങൾ മുഴുവൻ തിന്ന് മണ്ണിനടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മണ്ണിരയെ തോൽപ്പിക്കാനായിട്ട് ഞങ്ങളിവിടെ മുഴുവൻ ചകിരി നിരത്തിയിരിക്കുകയാണ്. നീ കഴിക്കാവുന്നിടത്തോളം കഴിക്കാൻ പറഞ്ഞ്. അപ്പോൾ അത് ആ കരിക്കിൻ്റെ തുണ്ടുകളാണ്. അതൊക്കെ പയ്യെ മണ്ണിൽ ദ്രവിച്ച് ചേരുന്നുണ്ട്. മണ്ണിൻ്റെ ജൈവഘടന തന്നെ മാറുന്നുണ്ട്. ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ സ്വാഭാവിക ജൈവ രീതി പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ ഇത് പരീക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ചെറിയൊരു ഭാഗം, നിങ്ങൾ കുറച്ചൊരു സ്ഥലം, അപ്പോൾ നിങ്ങൾക്ക് പാമ്പ് കയറുമെന്നോ ചേമ്പ് കയറുമെന്നോ ഒന്നും പേടിക്കേണ്ട. ചെറിയൊരു സ്ഥലമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് പറ്റുന്ന അത്രയും സ്ഥലം, കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. കാരണം കൃഷി താല്പര്യമുള്ള പലർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരം രീതിയിൽ താല്പര്യമുണ്ട്. വീട്ടിൽ ബാക്കി അംഗങ്ങളുടെ ഒരു സമ്മതം വേണം. പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ കുറഞ്ഞൊരു സ്ഥലം, ഒരു 10% നിങ്ങൾ ഇത്തരം കൃഷിക്കായിട്ട് മാറ്റി വെക്കണം. ഈ രീതികളൊന്ന് ചെയ്തു നോക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്.